ടു ധത്തുമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫുൾ മൂൺ ഗൈഡൻസ് ഫോർ മാർച്ച്. ഇന്ന് ഫുൾ മൂൺ ആണ്, ഇന്ന് പൗർണമിയാണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് എന്തൊരു ഗൈഡൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് മൂൺ നൽകുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലേത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. Pile number 1, Page of Wands, and pile number 2, Queen of Swords, and pile number 3, the Fool card. Okay. അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പൈൽ നമ്പർ 1, പേജ് ഓഫ് വാൻഡ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഫുൾ മൂൺ ഗൈഡൻസ് ആണ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, വാട്ട് യു ഷുഡ് ബി അവെയർ ഓഫ് എന്നുള്ളതാണ്. വി ഗോട്ട് കിങ് ഓഫ് സ്വാർഡ്സ്. പേജ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു മനസ്സിന് നിങ്ങൾക്ക് പാഷനേറ്റ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് വളരെ ഇഷ്ടത്തോടെ നിങ്ങൾ എന്തോ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആൻഡ് കിങ് ഓഫ് സ്പോർട്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് വളരെയധികം മെച്യൂറായിട്ട് വെക്കേണ്ട ഒരു സമയമാണ്. സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന തോട്ട്സ് ഓവർ ഷെയർ ചെയ്യാതിരിക്കുക, മറ്റുള്ളവരോട് പോയിട്ട് പറയേണ്ട ആവശ്യമില്ല, മനസ്സിൽ തന്നെ വെക്കുക എന്നുള്ളൊരു എനർജിയും കൂടെയുണ്ട്. We got Queen of Wands. We'll take further clarification. King of Wands, Knight of Swords, and the Tower card. Bottom വന്നിട്ട് The Magician ആണ്. സോ ഇവിടെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ എന്തോ ഒരു കാര്യം നിങ്ങൾ ബിഗിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബിഗിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്ലാനിങ് എല്ലാം അതിൽ കറക്റ്റാണ്. നിങ്ങളുടെ തോട്ട്സ് കുറച്ചും കൂടെ ഷാർപ്പർ ആക്കുകയും വേണം. പക്ഷേ നിങ്ങൾക്കവിടെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഇവിടെ ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ എന്ത് കാര്യം വളരെ ആവേശത്തോടെ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഏത് കാര്യവും നിങ്ങൾക്ക് മുഴുവിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരു എനർജി കാണുന്നുണ്ട്. യുവർ എനർജി ഈസ് ആക്ച്വലി വെരി സ്ട്രോങ്. നിങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം. കിങ്, ക്വീൻ, കിങ്, നൈറ്റ് ആൻഡ് മേജർ അർക്കാന കാർഡ്സ് ആണ് വന്നത്. സോ യു ഹാവ് എ വെരി സ്ട്രോങ് എനർജി. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ലൈഫിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ വലിയൊരു ചോദ്യമാണ്. കാരണം ലെറ്റ്സ് സീ ഇഫ് യു ഹാവ് റെക്കഗ്നൈസ്ഡ് ദാറ്റ്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ ലൈഫിൻ്റെ ഗതി തിരിച്ചുവിടുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് അതുകൊണ്ടാണ് എല്ലാം നിങ്ങൾക്ക് ശരിയാവാതെ വരുന്നത്. നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സോൾ പർപ്പസിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സോ യെസ്, യു ഹാവ് ആക്ച്വലി ഐഡൻറ്റിഫൈഡ് ഇത് ഒരു ഡോമിനേറ്റിംഗ് പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ യു ഓൾറെഡി നോ. ഇത് റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളിതിന് മറുകൃത്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഐഡിയയോ തോട്ട്സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ഒപ്പീനിയനോ ഇതൊന്നും ഒരാളോടും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഈ ഒരു മാനിപ്പുലേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി അവർ അറിഞ്ഞുകൊണ്ട് ആവണം എന്നൊന്നുമില്ല. ദാറ്റ് ഈസ് ദെയർ നേച്ചർ. കൈൻഡ് ഓഫ് എ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ് അവർക്കുള്ളത്. അപ്പോൾ ദേ ആർ നോട്ട് അവെയർ. അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും അവർ. പക്ഷെ അതിലൊക്കെ കയറി ഇവർ അഭിപ്രായം പറയുകയും അവർ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളിൽ കൂടെ ഒരു സക്സസ് ഉണ്ടാക്കാം എന്നൊക്കെ അവർ വിചാരിച്ചുകൊണ്ട് അവരുടെ ഐഡിയാസ് നിങ്ങളിൽ കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പരാജയമാണ്. അവർക്ക് ഐഡിയ ഉണ്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ. നിങ്ങളുടെ ഐഡിയ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ അത് നടക്കാതെ പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനൊരു അതോറിറ്റേറ്റീവ് ഫിഗേഴ്സ് അത് ഒന്നിലധികം ഉണ്ട് എന്നുള്ളതാണ്. ചില വ്യക്തികൾക്കെങ്കിലും ഇത് പാരൻസ് ആണ്. കാര്യം എനിക്കൊരു ഫെമിനൈൻ ആൻഡ് മാസ്കുലൈൻ എനർജി ടുഗെദർ ആൻഡ് ഇറ്റ്സ് ക്ലിയർലി ഷോസ് കിങ് ആൻഡ് ക്വീൻ. അപ്പോൾ കപ്പിൾസ് ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല.
നിങ്ങൾക്ക് മറുത്തൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അത് വളരെ ഒച്ചയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണത്. എന്ന് പറഞ്ഞാൽ അവർ നോർമലായിട്ട് സംസാരിക്കുന്നതേ വളരെ ശബ്ദത്തിൽ ഹൈ പിച്ചിലാണ്, ഹൈ ടോണിലാണ്. അതുപോലെ തന്നെ കുറച്ച് വെപ്രാളമുള്ള ഒരു വ്യക്തിയാണ്, ആവേശമുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞാലും ഭയങ്കരമായി ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെയാണത്. അപ്പോൾ നിങ്ങൾ അസേർട്ടീവ് ആകുക, നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ആക്ഷൻ എടുത്തിട്ട് യുവർ ആൻസർ ഷുഡ് ബി യുവർ ആക്ഷൻ. നിങ്ങളുടെ സംസാരമൊന്നുമല്ല ഇനി വേണ്ടത്, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സോ അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വലിയൊരു ബേർഡനായിട്ട് ലൈഫിൽ പല കാര്യങ്ങളും മാറാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഫെയിലിയേഴ്സ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ് നിങ്ങൾ. അത്രയും കേപ്പബിളാണ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കേണ്ടവരാണ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വാല്യൂ ഇവർ തരുന്നില്ല. ഇവരത് തരാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ വെർത്ത് നിങ്ങൾ മറന്നുപോയ ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നിങ്ങളുടെ വെർത്ത് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ആവശ്യമുള്ള ഒരുപാട് സ്പേസസ് ഉണ്ട്. ആ സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1. നിങ്ങൾക്ക് ഉള്ളൊരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, ഈ ഒരു ടോപ്പിക്കിൻ്റെ തന്നെ എക്സ്റ്റെൻഡഡ് മെസ്സേജസ് പേഴ്സണലായിട്ട് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഫോർ കരിയർ ഗൈഡൻസ്, റിലേഷൻഷിപ്പ് റീഡിംഗ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 ക്വീൻ ഓഫ് സ്പോർട്സ് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഫുൾ മൂൺ ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ്, മൂൺ ഗൈഡൻസ് എന്താണ്, ലൈഫിൽ ഇപ്പോൾ അവെയർ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം എന്താണ് നമുക്ക് നോക്കാം. Let's see. 7 of Pentacles, 10 of Pentacles, Knight of Swords, Tower. Similar cards from pile number 1. And then you have 8 of Cups, Queen of Cups, and the Moon. Okay. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ഒരു ലോസ് ഫേസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഡിറ്റർമിൻഡ് ആണ്, നിങ്ങൾ ഹോപ്പ്ഫുൾ ആണ്. അതൊരു നല്ല എനർജിയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനി മുന്നോട്ട് ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള നിങ്ങളുടെ അവസ്ഥ ഇറ്റ് ഈസ് എ വെയിറ്റിംഗ് ഫേസ്. കാരണം എന്ത് ആക്ഷൻ ഇപ്പോൾ എടുക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികൾക്കൊക്കെ ഒരു ഡിവോഴ്സ് നടന്നിട്ടുണ്ടായിരിക്കാം, ഒരു ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ഗോൺ എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിൽ വന്ന് നിറയുകയാണ്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത്, വാട്ട് ഇസ് എ മീനിങ്, ഇതപ്പോൾ അങ്ങനെ ആയിരുന്നോ, ഇതിങ്ങനെ ആയിരുന്നോ, ഓവർ തിങ്കിങ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുന്നില്ല, ഒരു പ്രസൻറ്റിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഇരിക്കുന്നില്ല. അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ വർക്കിനെ അത് ബാധിക്കുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് വർക്ക് ഫിനിഷ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയോ പോയി ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു എൻഡ് റിസൾട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു റെസ്റ്റിംഗ് ഫേസ് ആണെന്ന് പറയാം. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ റെസ്റ്റ് എടുക്കുകയാണോ എന്ന് ചോദിച്ചാൽ എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്ത് റിഫ്രഷ്ഡ് ആവാൻ ഇരിക്കുന്നുണ്ടെങ്കിലും ഓവർ തിങ്കിങ് നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. നിങ്ങളത് പുറത്ത് കാണിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല.
നിങ്ങളെ പോലും നിങ്ങൾ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഐ എം ഓൾ റൈറ്റ്, ഐ എം പെർഫെക്റ്റ്, എല്ലാം ശരിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യണം. ഹീല് ചെയ്യപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ഇംബാലൻസിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്വീൻ ഓഫ് സ്വാർഡ്സും ക്വീൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പം ഒരു ക്വീൻ എനർജി ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് യു ആർ എംപത്തറ്റിക് പേഴ്സൺ, യു ആർ എ സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ, യു ഹാവ് എ സ്ട്രോങ് വിൽ പവർ ആൻഡ് ഡിറ്റർമിനേഷൻ. പക്ഷേ അതൊന്നും ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാതെ സൈഡിൽ മാറ്റി വെച്ചിട്ട് വേറെ എന്തിനൊക്കെ കുറിച്ച് ആലോചിച്ച് ആക്ച്വലി ഒരു വെയിറ്റിംഗ് ആണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ നിങ്ങൾക്ക് തന്നെ ഇല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിയതാണ് നിങ്ങളെടുത്ത് കളഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് മുമ്പിൽ. വാട്ട് ഇസ് നെക്സ്റ്റ്? എന്ത് ഞാൻ ചെയ്യണം? അപ്പോൾ എന്തൊക്കെയോ തകർന്നിട്ടുണ്ട്. ഹൗ ടു ബിൽഡ് ഓൾ ദിസ് അപ്പ്? എങ്ങനെ ഇതൊക്കെ വീണ്ടും സൃഷ്ടിച്ചെടുക്കാം? എങ്ങനെ ഒരു ലൈഫ് കാമാക്കി സ്റ്റേബിളാക്കി എടുക്കാം? സോ ദാറ്റ് സ്റ്റെബിലിറ്റി ഈസ് മിസ്സിങ് ആൻഡ് യു ആർ ലുക്കിംഗ് ഫോർ ദാറ്റ് സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ എ സൊല്യൂഷൻ ഫോർ ദിസ്. ഐ ലൈക്ക് യുവർ എനർജി. കാരണം സ്റ്റിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ച സ്ഥിതിക്കും നിങ്ങൾ നിരാശയിലൊന്നുമല്ല, പക്ഷെ യു കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ് ആൻഡ് ഈ ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കും, ഇനാക്ഷന് കാരണമാകും. സോ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ടു ദിസ്? ഓക്കെ, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇമോഷൻസിനെ കീപ്പ് ഇറ്റ് അസൈഡ്, മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് നിങ്ങൾ നോക്കിയില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ് ഇവിടെ സ്റ്റക്കാവുന്ന ഒരു എനർജി, മനസ്സിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സ് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെക്കുക. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മൂവ് ഓൺ. പാസ്റ്റിൽ സ്റ്റക്കായിട്ടിരിക്കുന്നതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഫ്രണ്ടിലേക്കാണ് പോവേണ്ടത്. അതിനിപ്പോൾ ഒരു ആക്ഷൻ എടുക്കുക. യു ഹാവ് ടു ബി കമ്മിറ്റഡ് ടു യുവർ സെൽഫ്. യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കുക. നിങ്ങളോട്, നിങ്ങളുടെ ലക്ഷ്യങ്ങളോട് നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുകയും വേണ്ട ഒരു സമയമാണ്. ഇഫ് യു ഡു ദാറ്റ്, നിങ്ങളുടെ ഈ ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഫിനാൻസ് സ്റ്റക്കായിരിക്കുന്ന അവസ്ഥ അതെല്ലാം മാറിയിട്ട് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ദിസ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫുൾ മൂൺ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, please do like, share, comment and subscribe to our channel. Keep supporting and thank you so much for the support you're giving. ആൻഡ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, കരിയർ ഗൈഡൻസ്, റിലേഷൻഷിപ്പ് കൺസൾട്ടിങ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, റിലേഷൻഷിപ്പ് ഗൈഡൻസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ടാരറ്റ് റീഡിങ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. നമുക്കിനി നെക്സ്റ്റ് ദ ഫൂൾ കാർഡ് സെലക്ട് ചെയ്ത ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 ദ ഫൂൾ കാർഡ് സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള മൂൺ ഗൈഡൻസ് ആണ്. ലെറ്റ്സ് സീ. ആൻഡ് ദ ഫൂൾ കാർഡ് ഡിനോട്ട്സ് എ ഫ്രഷ് എനർജി, എ ന്യൂ ബിഗിനിങ്, എ ഫ്രഷ് സ്റ്റാർട്ട്. നിങ്ങൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലാണോ ഈ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായത്? ലെറ്റ്സ് സീ ഫോർ ഗ്രൂപ്പ് നമ്പർ 3 മൂൺ ഗൈഡൻസസ്. Wow, see what you got. 0, 1, the Magician, definitely a new beginning, and Knight of Swords, 5 of Wands, 8 of Wands, 2 of Cups, and the bottom we have 5 of Swords energy. Let's see a clarification for this.
ഓക്കെ ഓക്കെ, ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമിക് സോൾമേറ്റിൻ്റെ പ്രസൻസ് ശക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിച്ച് യു ആർ അഡിക്റ്റഡ് ടു ദം. പക്ഷെ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് ഉള്ള ഒരു മോചനമാണ്. എന്നിരുന്നാൽ പോലും വൺ പാർട്ട് ഓഫ് യു സ്റ്റിൽ വാണ്ട്സ് ടു ബി വിത്ത് ദം. നിങ്ങളുടെ ഒരു ഭാഗം അവരിൽ നിന്ന് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ മറുഭാഗം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നം കാണുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ആവേശം കൊണ്ടുള്ള സംസാരം ഇവർക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അത് തിരിച്ച് വലിയൊരു ഫൈറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. യു ആർ ആക്ച്വലി മാനിഫെസ്റ്റിംഗ്, യുവർ സോൾ ഇസ് ആക്ച്വലി മാനിഫെസ്റ്റിംഗ് എ സെപ്പറേഷൻ ഫ്രം ദിസ് കാർമിക് പേഴ്സൺ. പക്ഷെ നിങ്ങളുടെ തന്നെയുള്ള ഇനാക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ആക്ഷനും അതിനു വേണ്ടി എടുക്കുന്നില്ല. നല്ല മടിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ. മനസ്സിൽ വിചാരിക്കുന്ന കാര്യമൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ. അത് ഒന്നാമത് തീരുമാനിക്കാൻ പാടാണ്. തീരുമാനിച്ചു കഴിഞ്ഞാൽ തള്ളി വയ്ക്കും. തള്ളി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ആക്ഷൻ എടുത്തുനിന്ന് മുഴുവിപ്പിക്കാനൊക്കെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു മടിയും ക്ഷീണവും, വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയുക എന്നുള്ളതിലാണ് നിങ്ങളിപ്പോൾ ഒരു കംഫർട്ട് സോൺ കണ്ടെത്തിയിരിക്കുന്നത്. ബട്ട് റിമെമ്പർ ദാറ്റ് യു ആർ ഇൻ എ വെരി ടോക്സിക് കംഫർട്ട് സോൺ. ഇതിൽ നിന്ന് പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി മാറും. യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻ്റ്ലി ടുഡേ ടു ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ യു വാണ്ട്. അതായത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വേണ്ടതായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് എനിക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കുക? ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്താലാണ് എനിക്ക് നാളെ ഒരു നല്ല ദിവസം ഉണ്ടാവുക, നല്ല ഫ്യൂച്ചർ ഉണ്ടായി വരിക. സോ വാട്ട് ഐ ക്യാൻ ഡു ഡിഫറെൻ്റ്ലി. എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ്ലി? കാരണം നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ ഒരു പാറ്റേൺ ആയിട്ട് തുടർന്നു കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് എന്താണോ അത് തന്നെയാണ് ഫ്യൂച്ചറിലും വരിക. സോ ടു ചേഞ്ച് യുവർ ഫ്യൂച്ചർ, ചേഞ്ച് യുവർ ആക്ഷൻസ് അറ്റ് ദ പ്രസൻറ്റ് എന്നുള്ളൊരു എനർജിയാണ് വന്നത്. കൂടുതലായിട്ട് എന്താണ് സൊല്യൂഷൻ എന്നും കൂടെ നമുക്ക് നോക്കാം. വാട്ട് ആക്ഷൻ യു ഹാവ് ടു ടേക്ക്? ഈ ഒരു ഫുൾ മൂൺ തരുന്ന ഗൈഡൻസ് എന്താണ്? ഗൈഡൻസ് ഫോർ യു. മെൻ്റൽ സ്ട്രെങ്ത്, റെസിലിയൻസ്, പേഷ്യൻസ് ആവശ്യമാണ്. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് അറിഞ്ഞ് പെരുമാറാനുള്ള, കളം അറിഞ്ഞ് കളിക്കുക എന്ന് പറയുന്നത് പോലെ ഓരോരോ സമയത്ത് എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ക്ഷമയാണ് നിങ്ങളുടെ ആയുധം. അത് കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ആയുധം കൊണ്ട് വേറൊരാൾക്ക് പണയം വയ്ക്കാതിരിക്കുക. അതായത് നിങ്ങൾ പ്രൊവോക്ഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് വി ഗോട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈസ് അവൈറ്റിംഗ് യു. അതിന് നിങ്ങൾക്ക് വേണ്ടത് ക്ഷമയാണ്. എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചൊരു സൈഡിൽ പോയിട്ട് വെറുതെ ഇരിക്കുക എന്നല്ല, ക്ഷമയോട് കൂടിയിട്ട് കളമറിഞ്ഞ് കളിക്കുക. ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ്, ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആർ കമ്മിങ് ടുവേർഡ്സ് യു. യെസ്, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി, ബിഗർ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ആൻഡ് മേ ബി വിത്തിൻ 6 days അല്ലെങ്കിൽ 6 weeksനുള്ളിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ദിസ് ഇസ് എ കൈൻഡ് ഓഫ് എ ബിഗർ ഓപ്പർച്യൂണിറ്റി. മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഒരു നിങ്ങളിലേക്ക് ഒരു മേ ബി ഒരു പ്രപ്പോസൽ ആയിരിക്കാം ചിലർക്ക്, മേ ബി എ ജോബ് ഓഫർ, മേ ബി സംതിങ് ദാറ്റ് വിൽ ഗിവ് യു ഫിനാൻഷ്യൽ ബൂം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അങ്ങനെ ഒരു ഓഫർ ആയിരിക്കാം. അത് നിങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് നിങ്ങളിലേക്ക്. ഇറ്റ് ഈസ് ഓൾറെഡി ഓൺ യുവർ വേ, ഇറ്റ് ഈസ് റെഡി. ആക്ച്വലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റിസീവ് ചെയ്യാനായിട്ട് ബി പ്രിപ്പയർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി മാരേജ് നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പോയി എന്ന് വിചാരിച്ച് വിഷമിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു മെസ്സേജാണ്. ബിക്കോസ് you are going to create something so beautiful which you will adore for your lifetime. You'll be so thankful. Gratitude journals ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ
നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ്, ഈ ഒരു ടോപ്പിക്കിൽ തന്നെ എക്സ്റ്റെൻഡഡ് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഫോർ കരിയർ ഗൈഡൻസ്, റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആൻഡ് സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്സ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്സ്, കർമ്മ ക്ലിയറൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഫുൾ മൂൺ ഗൈഡൻസ്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.